മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 5-ാം വാക്യം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. കപടനാട്യം, കപട്യവും കാപട്യവും നാട്യവും പ്രാർത്ഥനയിലേക്ക് പ്രവേശനം ലഭിച്ചു എന്ന് സുവിശേഷം ഓർമ്മിപ്പിക്കുക. ക്രിസ്തു എത്ര മുന്നേ ഈ വിഷയം പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ പ്രാർത്ഥനയിലേക്ക് കാപട്യം കയറി തുടങ്ങിയെന്ന്, നിൻ്റെ പ്രാർത്ഥനയിലേക്ക് നാട്യം, നടനം നിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയെന്ന് സുവിശേഷം ഓർമ്മിപ്പിക്കുക. ഭീകരമാണ് ഈ അവസ്ഥ. പ്രാർത്ഥനയിൽ പോലും ഈ തിന്മയുടെ സ്വഭാവങ്ങൾക്ക് പ്രവേശനം ലഭിച്ചു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന അല്ലാതായി മാറുകയല്ലേ. പിന്നെ അതിനെങ്ങനെ പ്രാർത്ഥന എന്ന് വിളിക്കും? പ്രാർത്ഥനയിലേക്ക് കപടനാട്യത്തിന് പ്രവേശനം ലഭിച്ചു എന്ന് സുവിശേഷം ഓർമ്മിപ്പിക്കുക. നിൻ്റെ പ്രാർത്ഥനയുടെ അവസ്ഥ എന്താ? കാപട്യം നിറഞ്ഞതാണോ നിൻ്റെ പ്രാർത്ഥന? നിൻ്റെ പ്രാർത്ഥനയുടെ സത്ത എന്താണ്? നീ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥനയുടെ മർമ്മം എന്താണ്? മനസ്സിലുള്ള നിൻ്റെ പ്രാർത്ഥനയുടെ സ്വഭാവം എന്താണ്? നാട്യം, മറ്റുള്ളവരെ പ്രാർത്ഥിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള നിന്റെ പ്രാർത്ഥന നിന്റെ ജീവിതത്തിൻ്റെ ഭാഗമാണോ? സുവിശേഷം വല്ലാതെ തേങ്ങിപ്പറയുന്നൊരു കാര്യമാണ്. ഒരിക്കലും പ്രാർത്ഥനയുടെ ഭാഗമാക്കി മാലിന്യം കയറാൻ പാടില്ല. വിശുദ്ധിയുടെ അമലാനുഭവങ്ങൾ നമ്മളിലേക്ക് പ്രവേശിക്കാൻ പ്രാർത്ഥന നമുക്ക് ബലം തരുന്നുണ്ട്. സുവിശേഷം ഓർമ്മിപ്പിക്കുക, നിൻ്റെ പ്രാർത്ഥനയുടെ ഭാഗം, നീ പ്രാർത്ഥിക്കുന്ന വിധം ഒക്കെ ഒന്ന് ശോധന ചെയ്ത് പ്രാർത്ഥനയെ വെണ്മയുള്ളതാക്കാൻ സ്വർഗം നിന്നിലേക്ക് ചാഞ്ഞു വരുന്ന മനോഹരമായ മുഹൂർത്തമാണ് പ്രാർത്ഥന. അനുഗ്രഹമാവട്ടെ. ആമേൻ.